ഡോക്ടർ അൻകുമാർ, അഭിനന്ദൻ വർദ്ധമാൻ തിരികെ എത്തുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തുലവും വിരളം തന്നെയാണ്. ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളിലൊക്കെയാണ് ഇനി കടക്കുക? കൂടുതൽ ചില രഹസ്യാന്വേഷണ വിഭാഗത്തെ സംബന്ധിച്ചോളം ചില സ്ക്രൂട്ടനികൾ ഇതിന്റെ ഒപ്പം നടത്തേണ്ടതായുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത വിഷയങ്ങൾ കൂടിയാണ്. എങ്കിലും ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതാണോ? തീർച്ചയായും റെഡ് ക്രോസ് വഴിയാണ് സാധാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവരെ സ്വീകരിക്കുക, ഇന്ത്യ ഒന്നാകെ ആയിരിക്കും. അതിനുശേഷം തീർച്ചയായിട്ടും സൈനിക നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ മറ്റേതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊന്നും മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടുക സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ മിലിറ്ററി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത്, ജനീവ കൺവെൻഷൻ അനുസരിച്ചുള്ള മുഴുവൻ സംരക്ഷണവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഈ പറയുന്നത് പോലെ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ വീഡിയോ വാട്സാപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ, പാകിസ്ഥാൻ അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, അദ്ദേഹം ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് കൊണ്ടുപോയത്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് തങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാൻ, പ്രത്യേകിച്ച് വിംഗ് കമാൻഡറിന് നേടിയെടുക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വരുത്തുവാനായിരിക്കും ഇന്ത്യൻ നേതൃത്വം ആദ്യം ശ്രമിക്കുക. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും തീരുമാനിക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ വലിയ മോശം സാഹചര്യങ്ങൾ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും കരുതിക്കൂട്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സാഹചര്യത്തിൽ ഇന്ത്യ അതിനെതിരെ കരുതിക്കൂട്ടിയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അന്തർദേശീയ രംഗത്ത് ഈ വിഷയങ്ങൾ വലുതായി അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജനീവ കൺവെൻഷൻ വളരെ വലിയ ഒരു സംരക്ഷണ കവചമായി ഇന്ത്യ ഉയർത്തി കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ മാത്രമല്ല, ഈ ജനീവ കൺവെൻഷനെ എപ്പോഴും ബഹുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമെന്ന തരത്തിലും ഇന്ത്യ ഈ കാര്യങ്ങൾക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക. അതിനൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിംഗ് കമാൻഡർ വഴി ഇന്ന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ തന്നെ അതിന് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ആദ്യം ശ്രമിക്കുക അദ്ദേഹത്തിൽ നിന്നൊരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ഒരു വിശദീകരണവും അതിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചോദിച്ചറിയാനായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോലും ഇന്ത്യ പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അൻകുമാർ, അഭിനന്ദൻ വർദ്ധമാൻ തിരികെ എത്തുമ്പോൾ അതൊരു വലിയ വിലപേശൽ തന്ത്രമാക്കി മാറ്റാനുള്ള പാകിസ്ഥാന്റെ ഒരു ശ്രമം കൂടിയാണ് പാളിപ്പോകുന്നത്. പക്ഷെ അതിന് സഹായകമായത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങൾ, അന്താരാഷ്ട്ര സമൂഹം ചെലുത്തിയ സമ്മർദ്ദം കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് മുഴുവൻ അതാണ്. ആ രീതിയിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് ഫലപ്രദമായത്? തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കുന്നു, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെ ആദ്യം ഇന്ത്യ തിരസ്കരിച്ചു എന്ന് തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഇതൊരു വിലപേശൽ തന്ത്രമായി ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം അപ്പോൾ ചെയ്തത് ഒരു തരത്തിലും തങ്ങൾ വിലപേശലുകൾക്ക് ഇല്ല എന്ന് മാത്രമല്ല, അതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെ ഇന്ത്യ മൂന്ന് സൈന്യങ്ങളുടെയും മേധാവികൾ തമ്മിലുള്ള പത്രസമ്മേളനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ത്യ അന്തർദേശീയ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഭിനന്ദന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. മാത്രമല്ല, തങ്ങൾക്ക് അടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സൂചന പോലും പലതരത്തിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയിരുന്നു. അതൊരു പക്ഷേ സിംബോളിക്കായിട്ടായിരിക്കും. പലതരത്തിലും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ അത് ലോകരാഷ്ട്രങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വിവക്ഷിച്ചത്. മാത്രമല്ല, അന്തർദേശീയ രംഗത്ത് ട്രംപ് ഉൾപ്പെടെ അതുപോലെ തന്നെ സൗദി രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പല രാജ്യങ്ങളും, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ഉയർത്തിയ വിമർശനങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ മാത്രമല്ല ഇതിലുപരിയായി ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ നേട്ടവും തങ്ങളുടെ രാജ്യത്ത് പിടിച്ചു നിൽക്കുവാൻ ഒരുപക്ഷെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ ഉയർത്തുന്നതിന് വേണ്ടി തങ്ങളൊരു സമാധാന ദൂതനായി അന്തർദേശീയ രംഗത്ത് അവതരിപ്പിക്കുന്നു ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം അതിനെ കാണേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയും അതിനപ്പുറം അന്തർദേശീയ രംഗത്ത് ഉയർന്ന വലിയ സമ്മർദ്ദവും ഇതിനൊക്കെ ഉപരിയായി ഇന്ത്യൻ നേതൃത്വം കൊടുത്ത കൃത്യമായ സന്ദേശവുമാണ് അഭിനന്ദനെ ഒരു സമാധാനപൂർവ്വം ഇന്ത്യയിൽ എത്തിക്കാൻ കാരണമായി മാറുന്നത് എന്നാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായും. ഡോക്ടർ അൻകുമാർ, വാഗ അതിർത്തിയിലെത്തെ 12 മണിയോട് കൂടിയാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ എത്തുക. ന്യൂസ് 18 പഞ്ചാബ് സീനിയർ എഡിറ്റർ ജ്യോതി കമലും നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ വാഗ അതിർത്തിയിൽ നിന്ന്. Mr. Jyoti Kamal, what do you guess approximately what time wing commander will reach Wagah? How do you feel the mood over there?
Well, we are in fact expecting that Wing Commander Abhinandan will be crossing over at about 1 o'clock, but there is no official confirmation of the exact timing. But here at the Wagah border itself, there are a lot of people that have started gathering here. There are crowds that have been waving flags and there are drums that are being beaten here. So there is a crowd that is getting ready for that reception. But so far as the exact timing is concerned, we do not have confirmation of that. But what we are given to believe is that around 1 o'clock is when Wing Commander Abhinandan could be crossing over from the Pakistani side. He would be accompanied by the air attaché in the Indian High Commission there, group captain rank officer who would be there along with him. But so far as that entire process is concerned, once he reaches the Pakistani side, the formalities will be done on that side. Thereafter, formalities will be done on the Indian side, and then he will be crossing over. There was also this question about whether his parents have reached here. Again, no confirmation. They had reached up to Delhi, but whether they are in Amritsar, we do not have confirmation on that. There is also this thing being said that perhaps there will be no interaction with the media here at Wagah border, and the moment Abhinandan crosses over, he will immediately be whisked away in an Air Force convoy and thereafter flown towards Delhi. But at this point in time, the information continues to be that at around 1 o'clock, it is expected that Wing Commander Abhinandan could finally be back on Indian soil. താങ്ക്സ് ജ്യോതി കമൽ. ന്യൂസ് 18ന്റെ പഞ്ചാബ് സീനിയർ എഡിറ്റർ ജ്യോതി കമലാണ് വാഗ അതിർത്തിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഒരിക്കൽ കൂടി ഡോക്ടർ അനിൽകുമാർ, കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൊണ്ടുവരിക അഭിനന്ദൻ വർദ്ധമാനെ. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇന്ത്യക്കാണ്. ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് നടക്കുക? 1.5 മണിക്കൂറോളം. തീർച്ചയായിട്ടും ഇത് ധാരാളം നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ നമ്മൾ ഡിമാർഷെ പുറപ്പെടുവിച്ചിരുന്നു. കൃത്യമായി പല എക്സ്പ്ലനേഷൻസ് പാകിസ്ഥാനോട് ചോദിച്ചുകൊണ്ടാണ്, അതായത് കൃത്യമായും അദ്ദേഹം നിങ്ങളുടെ പക്കലുണ്ടോ, അത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ കസ്റ്റഡിയിലെത്തിയത്, ജനീവ കൺവെൻഷൻ പ്രകാരം നിങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടോ, നിങ്ങൾ എന്നാണ് കിട്ടുക, അതിന്റെ യഥാർത്ഥ സമയം എന്താണ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ഡിമാർഷെ ഇന്ത്യ നേരത്തെ തന്നെ പാകിസ്ഥാന് നൽകിയിരുന്നു. അത് പ്രകാരം പാകിസ്ഥാൻ ഇതിനുള്ള മറുപടികളും കൊണ്ട്, അതുപോലെ തന്നെ ജനീവ കൺവെൻഷൻ പ്രകാരം അതിനോടൊപ്പം കരുതേണ്ടുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ അത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊന്ന് കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സംരക്ഷണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം, ഇതൊക്കെ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരു വിശദീകരണത്തോടെ ആയിരിക്കും അദ്ദേഹം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യയിലെത്തുക. ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യ അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു, തങ്ങൾ സുരക്ഷിതനായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും അത് സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ പക്കൽ എത്തിയെന്നും ഇനി അദ്ദേഹത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കായിരിക്കുമെന്നുള്ള തീർച്ചയായിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് പാകിസ്ഥാന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തെ പിന്നീട് തീർച്ചയായിട്ടും ഏതെങ്കിലും എയർഫോഴ്സിന്റെ വിമാനത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനോ മറ്റ് സേനാ മേധാവികളോ അടങ്ങുന്ന ഒരു സംഘമായിരിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുക. അദ്ദേഹത്തെ ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിൽ നിന്നുള്ള തുടർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും മുന്നോട്ട് പോകുക. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഇന്നലെ നമ്മൾ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാകിസ്ഥാനെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കുക സാധ്യമല്ല. അഭിനന്ദൻ സമാധാനത്തോടെ തിരികെ എത്തട്ടെ. അദ്ദേഹം ഇന്ത്യയുടെ കയ്യിൽ എത്തുന്ന നിമിഷം വരെ നമ്മൾ പാകിസ്ഥാനെ വിശ്വസിക്കുക അവിശ്വസനീയമാണെന്നുള്ള കാര്യം കൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഡോക്ടർ അനിൽകുമാർ ഉറ്റുനോക്കുകയാണ് 12 മണിക്ക് വാഗ അതിർത്തിയിലേക്ക് വിംഗ് കമാൻഡർ എത്തുമ്പോൾ. അതേ സമയത്ത് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനം അബുദാബിയിൽ തുടങ്ങുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ യു എ സമയം 10 മണിയോടുകൂടി സുരേഷ് വെള്ളിമറ്റവും ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സുരേഷ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ വിശിഷ്ടാതിഥിയായതിനു ശേഷം കൃത്യമായ രീതിയിലുള്ള ബഹിഷ്കരണ ഭീഷണി മുഴക്കുകയായിരുന്നു പാകിസ്ഥാൻ. പക്ഷെ ആ ബഹിഷ്കരണ ഭീഷണി കൃത്യമായി തള്ളിക്കളയുകയായിരുന്നു UAE. ആ സമ്മർദ്ദം കൊണ്ട് തന്നെ വീണ്ടും ഇന്ത്യയുടെ സെഷൻ മാത്രം ബഹിഷ്കരിക്കുക, മറ്റ് സെഷനുകൾ പങ്കെടുക്കുക എന്ന രീതിയിലേക്ക് മാറാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഭീഷണിയും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്കും ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും സ്വാധീനം കിട്ടുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ കൂടി ഈ അന്താരാഷ്ട്ര സമ്മേളനം നൽകുന്നുണ്ടാകുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്താം അപർണ. ഏതായാലും ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം അല്പസമയം മുൻപ് ആരംഭിച്ചിരിക്കുന്നു. സെക്രട്ടറി ജനറലാണ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. 2016 മുതൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുന്ന യൂസഫ് ബിൻ അഹമ്മദ് അൽ ഉത്തൈമീൻ, അദ്ദേഹം സൗദി പൗരനും സൗദിയിലെ രാഷ്ട്രീയ നേതാവുമാണ്. അദ്ദേഹമാണ് സെക്രട്ടറി ജനറൽ. ഈ 57 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള OICയുടെ സെക്രട്ടറി ജനറൽ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ 2 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സുഷമ സ്വരാജ് അടക്കമുള്ള പ്രതിനിധികൾ സമ്മേളനത്തിന് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും സുഷമ സ്വരാജ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക എന്നാണ് അറിയുന്നത്. തുടക്കത്തിൽ തന്നെ
ആദ്യമായി പങ്കെടുക്കുന്ന രാജ്യം എന്നുള്ള ഒരു പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് 2 ദിവസത്തെ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സമ്മേളനം തുടങ്ങി ഏതാണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതിൽ സുഷമ സ്വരാജിന്റെ അഭിസംബോധന വരുന്നത്. മുൻപ് ചേർന്നിരുന്ന സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ ഈ സമ്മേളനത്തിൽ പ്രധാന കേന്ദ്രമായി വരുന്നത്, ചർച്ചയുടെ പ്രധാനമായ കേന്ദ്രമായി വരുന്നത് സ്വാഭാവികമായും ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടും പാകിസ്ഥാന്റെ നിലപാടും തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയമാകുക. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഇന്ത്യക്ക് കൊണ്ടുവരാൻ ഈ സമ്മേളനത്തിലൂടെ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ കഴിയുന്നു. കാരണം സൗദി അറേബ്യയും UAEയും ഈ 2 രാജ്യങ്ങളും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 രാജ്യങ്ങളാണ്. കാരണം പാകിസ്ഥാനിലെ ജലസേചന പദ്ധതികൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗം, ഈ 2 മേഖലയിലേക്കും വലിയ സാമ്പത്തിക സഹായം UAE നൽകാറുണ്ട്, സൗദി അറേബ്യ നൽകുന്നുണ്ട്. UAE ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. ഒട്ടേറെ വിദ്യാലയങ്ങളുടെ നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നേരിട്ടുള്ള പങ്കാളിത്തം UAE വഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ UAEയുടെ ഭാഗത്തു നിന്നും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും നമുക്കറിയാം, സൗദി അറേബ്യയുടെ കിരീടാവകാശിയും ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് ആദ്യം പോയത് സൗദി അറേബ്യയിലായിരുന്നു. ആ സമയത്താണ് പുൽവാമയിലെ സംഘർഷം, ചാവേർ ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും സൗദി അറേബ്യയിലേക്ക് തിരിച്ചുപോയി. ആ സൗദി അറേബ്യയിൽ നിന്നും റിയാദിൽ നിന്നുമാണ് പിന്നീട് ഡൽഹിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സൗദി അറേബ്യയ്ക്ക് മാത്രമല്ല, ഇന്നോ നാളെയോ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ എത്തുന്നുമുണ്ട്. അപ്പോൾ സൗദി അറേബ്യ അതോടൊപ്പം തന്നെ UAE ഈ 2 രാജ്യങ്ങളുടെയും സമ്മർദ്ദം, രാഷ്ട്രീയ നിലപാട്, ആവശ്യം, നിർദ്ദേശം ഇത് പാകിസ്ഥാന് തള്ളിക്കളയാൻ ഒരു കാരണവശാലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ 57 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ നിലപാടിന് പ്രസക്തിയേറുന്നത്. കാരണം ഇന്ത്യ ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്നു. സുഷമ സ്വരാജിനാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു വിദേശകാര്യമന്ത്രി കൂടിയാണ്. കാരണം നിതാഖത്തിന്റെ സമയത്താണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് ഈ സ്വദേശികളെ തിരിച്ചയക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ സുഷമ സ്വരാജ് നേരിട്ട് ചെല്ലുകയും അവിടെ ഭരണാധികാരികളുമായി സംഭാഷണം നടത്തുകയും അതിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. സുഷമ സ്വരാജിന് ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഇതിൽ നിർണായകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അബുദാബി കിരീടാവകാശി അതിഥിയായി വന്നിട്ട് ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി അബുദാബിയിലെത്തിയ ചർച്ച നടത്തിയിട്ടുള്ള സാഹചര്യം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയ ബന്ധം ഈ VK സിംഗ് നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മബന്ധം ഇപ്പോൾ ഉണ്ട്. ഈ ആത്മബന്ധം ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ഇന്ത്യൻ നിലപാടിന് വലിയ സ്വീകാര്യത. സുരേഷ്, അതെല്ലാം അംഗീകരിക്കുമ്പോൾ പോലും ആ ആത്മബന്ധം കൊണ്ട് തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ബ്രിട്ടനും ഫ്രാൻസും അതോടൊപ്പം തന്നെ അമേരിക്കയും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ജെയ്ഷെ മുഹമ്മദ് തലവനെ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നു. സൗദി അറേബ്യ കൃത്യമായി ഈ വിഷയത്തിനകത്ത് സ്വീകരിച്ച നിലപാട്, ഗൾഫ് എയർലൈൻസുകൾ അടച്ചിട്ടുകൊണ്ട് UAE സ്വീകരിച്ച നിലപാടുകൾ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്കുള്ള എയർലൈൻസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് സ്വീകരിച്ച നിലപാട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജെയ്ഷെ മുഹമ്മദ് തലവനെ കൈമാറുക, ഭീകരവാദത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുക, അങ്ങനെയുള്ള വളരെ പ്രത്യക്ഷമായ ഒരു നിലപാടിലേക്ക് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ വിമർശനം ഉന്നയിക്കാനോ ഒരു നിലപാട് പ്രകടമാക്കാനോ ഉള്ള സാധ്യത പക്ഷേ കുറവല്ലേ? ഇതിൽ നമ്മൾക്ക് പൂർണ്ണമായും അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപർണ. കാരണം ഖത്തറിനെതിരെ ഉള്ള ഉപരോധം തന്നെ എടുക്കുക. ഖത്തറിനെതിരെ ഉപരോധം സൗദി അറേബ്യ പ്രഖ്യാപിക്കുകയും UAE അടക്കമുള്ള രാജ്യങ്ങൾ അതിന് പിന്തുണയുമായി വരികയും ചെയ്തിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ അൽ-ഖ്വയ്ദയ്ക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം, തീവ്രവാദത്തിന് നൽകുന്ന ഫണ്ട് നിർത്തലാക്കണം, അതോടൊപ്പം തന്നെ തീവ്രവാദികൾക്ക് നൽകുന്ന എല്ലാ സഹായങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു അന്ന് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ
അൽ ജസീറ അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഖത്തറിനെതിരായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നത്. ആ ഘട്ടത്തിൽ ഈ ഇസ്ലാമിക ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യയുടെ കീഴിൽ ഒരുമിച്ച് അണിനിരന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ കിരീടാവകാശിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ടെററിസത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എടുക്കണമെന്നുള്ള ഈ ഒരു ആവശ്യം UAE-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അതോടൊപ്പം തന്നെ അബുദാബി കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യം കൂടുതലായിട്ടും സ്വീകരിക്കപ്പെടുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖത്തറിനെതിരായിട്ടുള്ള ഉപരോധം വരികയും ഖത്തറിനെ ഒറ്റപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത്. സ്വാഭാവികമായും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മസൂദ് അസറിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഘട്ടത്തിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ പോലും വലിയൊരു സമ്മർദ്ദത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഞാൻ ഇടപെടുന്നു. സുരേഷ്, അങ്ങനെയാണോ ഡോക്ടർ അനിൽകുമാർ? ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ നടത്തണോ? GCC രാജ്യങ്ങൾക്കകത്ത് സാമ്പത്തിക ക്രയവിക്രയങ്ങളും അതോടൊപ്പം തന്നെ ഭീകരവാദവും എല്ലാം വിഷയമായിക്കൊണ്ട് ഖത്തറിനെതിരെ സ്വീകരിച്ച ഒരു നിലപാട് പോലെ പാകിസ്ഥാനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരു നിലപാടെടുക്കാനുള്ള സാധ്യത, ഇത് രണ്ടും രണ്ട് സാഹചര്യമല്ലേ? അതിനപ്പുറത്തേക്ക് അല്പം കൂടി ഒരു മൈൽഡ് ആയിട്ടുള്ള നിലപാട്, ഇന്ത്യക്ക് പരസ്യമായുള്ള കൂടുതൽ പിന്തുണ നൽകുക, എന്നിട്ട് ഒരു സമാധാന ചർച്ചകൾ ഇരു രാജ്യങ്ങളും നടത്തട്ടെ, ഇത് ഉഭയകക്ഷി വിഷയമാണ് എന്ന ഒരു നിലപാടെടുത്ത് അല്പം മാറി നിൽക്കുക, അങ്ങനെ ആ രീതിയിലുള്ള ഒരല്പം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാനായിരിക്കുമോ സാധ്യത? അപർണ പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം അവരുടെ ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനും സൗദി അറേബ്യയും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്ന ബന്ധങ്ങൾ പരിശോധിച്ചാൽ ഉറപ്പായും പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഉടനെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിനപ്പുറം പാകിസ്ഥാന് ചില വ്യക്തമായ സൂചനകൾ നൽകുവാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനിയും നിങ്ങൾ ഇങ്ങനെ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന നൽകാനായിരിക്കും ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ അവിടെ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ, പാകിസ്ഥാൻ വിട്ടുപോകുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിശിഷ്ടാതിഥിയായി തങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അപർണ സൂചിപ്പിച്ചതുപോലെ അവിടെ വിമാനത്താവളങ്ങൾ അവിടേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനും സൗദി അറേബ്യയും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമൊക്കെ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും, മാത്രമല്ല ഉഭയകക്ഷി ചർച്ചകൾക്ക് തന്നെ എന്നതിന് അപ്പുറം ഏതെങ്കിലും മൂന്നാം രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല. ഒരു വിഷയത്തിലും കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അമേരിക്ക പോലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളുടെ മീഡിയേറ്റർ ആയി വരുന്നു, മധ്യവർത്തിയായി വരുന്നു എന്നുള്ളതല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളും കൂടി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിലെ വൻ ശക്തികൾക്ക് പോലും അങ്ങനെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറം അവർ ശ്രമിക്കുക രണ്ട് രാജ്യങ്ങൾക്ക് അനുകൂലമായ ചർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മറിച്ച് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ശക്തമായ ഭീകരവാദികൾക്കെതിരെയുള്ള നടപടികളിലേക്ക് പോകുന്നതിന് പാകിസ്ഥാനെ ഏതെങ്കിലും ധാർമ്മികമായി പ്രേരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും ഉടനെ ഊന്നൽ നൽകുക. അതിനപ്പുറം പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു വലിയ സൗഹൃദത്തിലേക്ക് പോവുകയും പാകിസ്ഥാനെ എല്ലാ തരത്തിലേക്കും ഒറ്റപ്പെടുക എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുവാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് അവരുടെ പാകിസ്ഥാന്റെ പ്രതിനിധി ഇപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക്. അപ്പോൾ ഈ വേദി എത്രമാത്രം ഭംഗിയായി ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജിന് അവിടെ വലിയൊരു സ്വീകാര്യതയുണ്ട്. മാത്രമല്ല സുഷമ സ്വരാജ് അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി അവിടെ ചെയ്യുന്ന നടപടിക്രമങ്ങൾ എന്തായിരിക്കും ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇതൊരു സമാധാനപരമായി, പ്രത്യേകിച്ച് ഏതാണ്ട് നമ്മുടെ വിംഗ് കമാൻഡറിനെ വിട്ടുകിട്ടുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അവിടെ സന്ദർശനം നടത്തുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടപെടലുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു, അത് നമ്മളെ എത്രമാത്രം സഹായിച്ചു എന്നുള്ള കാര്യത്തെ അവരെ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു പിന്തുണ വരും കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുക, ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവിടെയുള്ള പ്രതിനിധികളെ ഒരുപക്ഷെ നമ്മൾ ഈ ഗ്രീൻ റൂം ഡിസ്കഷൻസുകൾ എന്ന് പറയാം, അവിടെ നടക്കുന്ന കോറിഡോർ ഡിസ്കഷൻസ് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി മാറുക. പബ്ലിക് വേദികൾ പറയുന്നതിനപ്പുറം രാഷ്ട്രങ്ങളോട് എന്താണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഓരോ രാജ്യത്തെയും 57 രാജ്യങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ സുഷമ സ്വരാജ് വളരെ ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു മെച്ചമായി മാറുക. തുടക്കത്തിൽ ഏറ്റവും പ്രധാനം ആ വേദി ഇന്ത്യക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ ഇന്ത്യ ഈ അവസരം ഉപയോഗപ്പെടുത്തി തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര സമ്മേളനം അബുദാബിയിൽ നടക്കുകയാണ്. വിശദാംശങ്ങൾ കൂടിയാണ് സുരേഷ് വെള്ളിമുറ്റം